നാലാം കിട കൂലി എഴുത്തുകാരെ, നിങ്ങൾക്ക് ഈ സുരേഷ് ഗോപിയുടെ എന്താണ് ഉത്തര വലിയ ചുരുക്ക്? ഡൽഹി ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്റിംഗിൽ അദ്ദേഹം പിന്നോക്ക വികസന വകുപ്പിന്റെ മന്ത്രിയായിട്ട് ഒരു മുന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ആൾ വരണമെന്നും മുന്നോക്ക വികസനത്തിന്റെ വകുപ്പ് ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് കൊടുക്കണമെന്നും പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായമായിട്ട്. അപ്പോൾ അതിലെ ഈ രണ്ടാമത്തെ സെന്റൻസ് ഡെലിബറേറ്റ്ലി ഒമിറ്റ് ചെയ്തുകൊണ്ട് സുരേഷ് ഗോപി പിന്നോക്ക വിഭാഗം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ബ്രാഹ്മണനോ നായരോ നായിഡു ഒക്കെ മന്ത്രിയായിട്ട് വന്നാലേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഫ്ലാഷാണ് ബ്രേക്കിംഗ്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ നാട്ടിൽ ബിനോയ് വിശ്വം പഴയ SC/ST വകുപ്പിന്റെ മന്ത്രി കൂടിയായിരുന്ന സഖാവ് കെ രാധാകൃഷ്ണനൊക്കെ അങ്ങോട്ട് സുരേഷ് ഗോപിക്കെതിരെ തിരിഞ്ഞു. അവർ പറയുന്നത് സുരേഷ് ഗോപി ബ്രാഹ്മണനും നായിഡുവും നായരൊക്കെ ഈ വകുപ്പ് ഭരിച്ചാൽ മാത്രമേ മറ്റേ ദളിതൻ രക്ഷപ്പെടുള്ളൂ, SC/ST-കാരൻ രക്ഷപ്പെടുള്ളൂ എന്ന് പറഞ്ഞു. അതുവഴി ഇവിടുത്തെ എല്ലാ ദളിതന്മാരെയും അടച്ചാക്ഷേപിച്ചു എന്നാണ് അവരുടെ കണ്ടുപിടുത്തം. അപ്പോൾ മാപ്പ് പറയണം, അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങളായിട്ട് അവർ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്റെ നാട്ടുകാരനും ഈ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി കൂടിയായിരുന്ന കെ രാധാകൃഷ്ണൻ സാറിനോടാണ് ഞാൻ 1-2 ക്വസ്റ്റ്യൻ ചോദിക്കാം എന്ന് ഉദ്ദേശിക്കുന്നത്. സാറേ, ഇപ്പോഴും ബഹുഭൂരിഭാഗം വരുന്ന SC/ST വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് അവർക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടും ഗ്രാൻഡ് ആയിട്ടും റിസർവേഷൻ ആയിട്ടും ജോലിക്കും വിദ്യാഭ്യാസത്തിനും പ്രൊമോഷനൊക്കെ വേണ്ട എല്ലാ വിധത്തിലുള്ള ഫെസിലിറ്റി കൊടുത്തിട്ടും ആയിരക്കണക്കിന് കോടി രൂപ വർഷത്തിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടും ഇപ്പോഴും ബഹുഭൂരിഭാഗം വരുന്ന SC/ST വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ വീട്ടിലും മക്കൾക്ക് വയറ് നിറയണമെന്നുണ്ടെങ്കിൽ സൗജന്യ റേഷനരി കിട്ടുന്നുള്ള അവസ്ഥ നിലനിൽക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഒരു മലമൂത്ര വിസർജനം നടത്തുവാൻ വേണ്ടി സർക്കാരിൽ നിന്ന് കക്കൂസിന് ഗ്രാന്റ് കിട്ടേണ്ട അവസ്ഥയാണോ ഇപ്പോഴും നിലനിൽക്കുന്നത്? അതുപോലെ നനയാതെ കയറി കിടക്കാൻ ഒരു കൂര പണിയണമെന്നുണ്ടെങ്കിൽ സർക്കാർ പൈസ കൊടുക്കേണ്ട അവസ്ഥയിലാണോ ഇപ്പോഴും ഈ SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾ? സ്വന്തം മക്കളുടെ വിദ്യാഭ്യാസത്തിനും കല്യാണം നടത്തുവാനും സർക്കാർ കനിയേണ്ട അവസ്ഥയിൽ തന്നെയല്ല ഇപ്പോഴും ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ? ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം വേണ്ടി വന്നാൽ മെഡിക്കൽ കോളേജിൽ പോയിട്ട് വരി നിൽക്കേണ്ട അവസ്ഥയിലല്ല ഇപ്പോഴും ഇവർക്ക് സ്വന്തം കീശയിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പാകത്തിലുള്ള ഒന്നുമില്ലാത്ത അവസ്ഥയിൽ തന്നെയല്ല ഇപ്പോഴും ഇവരൊക്കെ ജീവിക്കുന്നത്? ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംശയമുണ്ടെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തൊരു കോളനിയിൽ SC/ST വിഭാഗത്തിന്റെ ഒരു കോളനിയിൽ പോയിട്ട് നോക്കിയാൽ മതി. നിങ്ങൾ അയ്യോ കോളനി എന്ന് പറയാൻ പാടില്ല, കാര്യം ആ വാക്ക് ഉപയോഗിക്കരുത് എന്നുള്ളതാണ് ഇവർ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ വിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കിയാൽ മതി അവരുടെ ജീവിത സാഹചര്യം എന്താണ്, കുറച്ച് കാലങ്ങൾക്ക് ഇപ്പുറവും എന്തെങ്കിലും മാറ്റം അവർക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന്. കോടാനുകോടി രൂപയാണ് വർഷം തോറും ഈ SC/ST വിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അട്ടപ്പാടിയിലും അഗളിയിലൊക്കെ നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും. അങ്ങനെ കോടിക്കണക്കിന് ആയിരക്കണക്കിന് കോടി രൂപ സ്പെൻഡ് ചെയ്തിട്ട് റിസർവേഷനും സ്റ്റേറ്റ്മെന്റും അടക്കമുള്ള ഒട്ടനവധി സൗകര്യങ്ങൾ കൊടുത്തിട്ടും ഈ വിഭാഗത്തിന്റെ അതിൽപ്പെട്ട ആളുകൾക്ക് മുന്നിലോട്ട് വരാൻ സാധിക്കുന്നില്ല, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വകുപ്പ് മന്ത്രിയെ ഒരു മുന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ആളൊന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാന്നേ, ഒരു ട്രയൽ അടിച്ച് നോക്കാം, എന്തെങ്കിലും മാറ്റം വരുമെന്നുള്ളത് നമുക്കൊന്ന് പരീക്ഷിക്കാമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള സദുദ്ദേശപരമായിട്ട് പറയുന്ന ഇത്തരം കാര്യങ്ങൾ വളച്ചൊടിച്ച് വെറുതെ വളവള പറയാതെ പ്രോഗ്രസീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാൻ നോക്കുന്നേ, പ്രവർത്തിക്കാൻ നോക്കൂ. അങ്ങയുടെ ആ വിഭാഗത്തിൽപ്പെട്ട SC/ST വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് മുന്നിലേക്ക് വരാൻ വേണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആർക്കെങ്കിലൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ നിൽക്കാൻ ശ്രമിക്കുന്നേ, അതല്ലേ സഖാവേ സ്പിരിറ്റ്? താങ്ക് യു.